ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ കമ്മീഷൻ നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം വി.പി. ജാനകി ഉദ്ഘാടനം ചെയ്തു. സമ്പാദ്യ പദ്ധതി തകർക്കരുത്, സമ്പാദ്യ പദ്ധതി തകർക്കരുത്, നടപടി ഉപേക്ഷിക്കുക. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻസി അസോസിയേഷൻ സിന്ദാബാദ്, നാടിന് നല്ലൊരു സേവനമേകും, നാടിന് നല്ലൊരു സേവനമേകും. സമ്പാദ്യ പദ്ധതി തകർക്കരുത്, സമ്പാദ്യ പദ്ധതി തകർക്കരുത്, നടപടി ഉപേക്ഷിക്കുക. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻസി അസോസിയേഷൻ സിന്ദാബാദ്, നാടിന് നല്ലൊരു സേവനമേകും, നാടിന് നല്ലൊരു സേവനമേകും. സമ്പാദ്യ പദ്ധതി തകർക്കരുത്, സമ്പാദ്യ പദ്ധതി തകർക്കരുത്. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ധർണ സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, നമ്മുടെ ഗോപിനാഥ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക. സർക്കാരിന്റെ മേഖലയിൽ പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസുകൾ വഴി സമ്പാദ്യശീലം വളർത്തിയെടുത്തുകൊണ്ട് ജനങ്ങളെ അത്തരത്തിൽ സമ്പാദ്യം ശേഖരിച്ചുകൊണ്ട് ആ സമ്പാദ്യം സർക്കാരിന് പഞ്ചവത്സര പദ്ധതികളും അതുപോലെ തന്നെ മറ്റ് വികസന പദ്ധതികൾക്ക് വേണ്ടി ഈ കാശ് വിനിയോഗിച്ചുകൊണ്ട് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു ഇതുവരെ. ആ സമ്പാദ്യ പദ്ധതിയെ പൂർണ്ണമായും തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ശ്രീമാൻ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി വന്നത് മുതൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏജന്റുമാർക്ക് കാലാകാലങ്ങളിൽ അവർ നടത്തുന്ന പ്രവർത്തനത്തിന്റെ അംഗീകാരം എന്നുള്ള നിലയിൽ അവർക്ക് ബോണസും അലവൻസും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നു 1991 മുമ്പെങ്കിൽ 1991 ശേഷം ഘട്ടം ഘട്ടമായി അവരുടെ ഈ സമ്പാദ്യത്തിന് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കുറയ്ക്കുക എന്ന സമീപനം നമുക്ക് നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന പൊതു സമീപനമുണ്ട്. ഇന്ത്യ രാജ്യത്ത് തുടർന്നു വന്ന ഭരണ സംവിധാനത്തിൽ നിന്ന് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ സമരം നടത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജനാധിപത്യ അവകാശങ്ങളെ അടക്കം ഇല്ലായ്മ ചെയ്തുകൊണ്ട് നാടിനെ ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. 91 ശേഷം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക നയം, ആ പുതിയ സാമ്പത്തിക നയത്തിൽ മൻമോഹൻ സിംഗും കൂട്ടാളികളും ആവശ്യപ്പെടുന്നത് ഇവിടെ സ്വകാര്യവൽക്കരണമാണ് ആവശ്യം. ഇവിടെ പൊതുമേഖല വേണ്ട. ആ പൊതുമേഖല എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്വരൂപണത്തിൽ ഇന്ത്യയുടെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദ്യം ഊറ്റിക്കൊടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗമാണ് 100%, 99% ഈ മേഖലയിൽ പണിയെടുക്കുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുമ്പോൾ രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതി, ആ പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഈ സ്ത്രീ വിഭാഗങ്ങളെ കാലാകാലങ്ങളിൽ അവർക്ക് പ്രോത്സാഹനവും അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് ആവശ്യമായ സഹായം നൽകുന്നതിന് പകരം ഘട്ടം ഘട്ടമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കുറയ്ക്കുകയാണ്. എം ജാനകി അധ്യക്ഷത വഹിച്ചു. വി.വി. ശാന്ത സ്വാഗതം പറഞ്ഞു. NFP ജില്ലാ സെക്രട്ടറി കെ. ഹരി,
CITU ജില്ലാ കമ്മിറ്റി അംഗം M. മാധവൻ, മഹിളാ പ്രധാന ഏജന്റ് സരോജിനി എന്നിവർ സംസാരിച്ചു.